കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ മാത്രമാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുകൂടെ ഒഴുകുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ ഒഴുകുന്നത് കാസർഗോഡിലൂടെയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. 1965 അർജുന അവാർഡ് അദ്ദേഹം നേടിയത്. പർവ്വത ആരോഹകനാണ് സി ബാലകൃഷ്ണൻ. വിശ്വനാഥൻ ആനന്ദ് ചെസ്സുമായി ബന്ധപ്പെടുന്നു. PR ശ്രീജേഷ് ഹോക്കിയുമായി ബന്ധപ്പെടുന്നു. PT ഉഷ അത്ലറ്റിക്സ് ആണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി നിലവിൽ വന്നത്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി? അത് മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ മാത്രമുള്ള മഞ്ചേശ്വരം പുഴയാണ് കാസർഗോഡിലൂടെയാണ് ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയാണ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് കർണാടകയിലെ ബാലപ്പുള്ളി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കാരിൽ പതിക്കുന്നു. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? അത് ചിങ്ങം 1 നവംബർ 1 പ്രത്യേകത എന്താണ്? അത് കേരള പിറവി ദിനമാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. മെയ് 1 എന്താണ്? ലോക തൊഴിലാളി ദിനമാണ്. അപ്പോൾ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? അത് നാഫ്ത. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ്, അതാണ് കായംകുളം താപവൈദ്യുത നിലയം. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? അത് നാഫ്ത ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? അത് നീണ്ടകരയാണ്. നീണ്ടകര എവിടെയാണ്? അത് കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജനസാന്ദ്രത ഏറിയ ദ്വീപ് ഏതാണ്? ജനസാന്ദ്രത കൂടിയ ദ്വീപാണ് വൈപ്പിൻ ദ്വീപ്. വൈപ്പിൻ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. നീണ്ടകരയുടെ മറ്റൊരു പ്രത്യേകത ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് ആരംഭിച്ച സ്ഥലമാണ് നീണ്ടകര. നീണ്ടകരം കൊല്ലത്താണ്. മുനമ്പം എറണാകുളത്തെ പ്രശസ്തമായ ഒരു മത്സ്യബന്ധന തുറമുഖമാണ്. കേരളത്തിലെ ആദ്യത്തെ ആഴക്കടൽ മൾട്ടി പർപ്പസ് പോർട്ടാണ് വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? അത് വേമ്പനാട് കായലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? അത് പുന്നമട കായലാണ്. പുന്നമട കായൽ എന്ന് പറയുന്നത് വേമ്പനാട് കായലിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കായലും ഏതാണ്? അത് വേമ്പനാട് കായലാണ്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബുദ്ധമയൂരി. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന പൂവ് കണിക്കൊന്ന. സംസ്ഥാന വൃക്ഷം തെങ്ങ്. സംസ്ഥാന ഫലം ചക്ക. സംസ്ഥാന മത്സ്യം കരിമീനാണ്. ഒരു സംസ്ഥാനത്തെ ഔദ്യോഗികമായി ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഒന്നാമത്തേത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. 10ാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് തിരുവനന്തപുരത്താണ്. 11ാമത്തെ ചോദ്യം കേരള കായിക ദിനം എപ്പോഴാണ്? കേരളത്തിന്റെ കായിക ദിനം എപ്പോഴാണ്? ഓപ്ഷൻ എ ഒക്ടോബർ 13 ഒക്ടോബർ 13 കേരളത്തിലെ കായിക ദിനം. കേണൽ GV രാജയുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്.
കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജയാണ്. കേരളത്തിലെ കായിക ദിനം എപ്പോഴാണ്? ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 1940 പള്ളിവാസൽ പ്രവർത്തനം തുടങ്ങിയത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോടാണ്. ശബരിഗിരി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദീതീരത്താണ്. ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ്? അത് പമ്പയാണ്. മഞ്ചേശ്വരം പുഴയോ? എന്താണ് മഞ്ചേശ്വരം പുഴ? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദിയാണ്. ഏറ്റവും നീളം കുറഞ്ഞത്, അതായത് 16 കിലോമീറ്റർ മാത്രമാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. പാമ്പാറിന്റെ പ്രത്യേകത എന്താണ്? കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഒന്നാണ് പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. അരൂർ പുഴ ദക്ഷിണ കേരളത്തിലെ ഒരു പുഴയാണ്. ഏറ്റവും ചെറിയ പുഴ എന്നറിയപ്പെടുന്നത് അരൂർ പുഴയാണ്. അപ്പൊ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? നദി ഏതാണ്? പമ്പയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ, യൂസറസ് ബൈക്കോർണസ്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. മയിലോ? മയിൽ വന്നിട്ട് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയില് പാവോ ക്രിസ്റ്റാറ്റസ്. അത് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. വേമ്പനാട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ഏതെല്ലാം ജില്ലകളിലാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവയാണ് ശരി ഉത്തരം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ഈ 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. കൊച്ചി കായൽ എന്നും ആലപ്പുഴയിലെ പുന്നമട കായൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് വേമ്പനാട് കായലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ? അത് പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൊല്ലത്താണ്. അഷ്ടമുടി കായൽ കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? അത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. 16ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? അത് കുമ്പളങ്ങിയാണ്. കേരളത്തിലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. കുമ്പളങ്ങി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മാതൃകാ വിനോദസഞ്ചാര ഗ്രാമവും കേരളത്തിലെ തന്നെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമവും ഏതാണ്? അത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളമാണ്. 1978 ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകളാണ്. വരയാടുകൾക്ക് പ്രശസ്തമായ സ്ഥലം ഏതാണ്? അത് ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് പെരിയാർ. പെരിയാറിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? അത് കടുവയാണ്. ഇരവികുളത്ത് ഏതാണ്? നീലഗിരി താർ എന്നറിയപ്പെടുന്ന നീലഗിരിയിലെ വരയാടുകളാണ് പ്രശസ്തമായത്. പെരിയാർ കടുവകൾക്കാണ് പ്രശസ്തമായത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശാസ്താംകോട്ട കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. മുഴുവനായി കേരളത്തിൽ നദികൾ 44 ഉണ്ട്. അതിൽ കിഴക്കോട്ട് 3 ഒഴുകുന്നു. ബാക്കി 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ്. അത് 244 കിലോമീറ്റർ ഉള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്.
കേരളത്തിലെ ഏക ലഗൂൺ ഏതാണ്? കേരളത്തിലെ ഏക ലഗൂൺ ഏതാണ്? അത് അഷ്ടമുടിയാണ്. സമുദ്രവുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളാണ് ലഗൂണുകൾ എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? അത് മീശപ്പുലിമലയാണ്. മീശപ്പുലിമല. കേരളത്തിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? 24ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം എവിടെയാണ്? അത് ഇടുക്കി ജില്ലയിലെയാണ്. 2003 പാമ്പാടും ചോല ദേശീയോദ്യാനം നിലവിൽ വന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് ലാറ്ററൈറ്റ് മണ്ണാണ്. കരിമണ്ണോ? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കരിമണ്ണ് കാണപ്പെടുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. കേരളത്തിന്റെ സമുദ്ര തീര ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഏതിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത്? ഇടുക്കിയിലാണ്. എന്നാൽ ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സ്ഥലം ഏതാണ്? അത് വയനാടാണ്. എന്നാൽ വനപ്രദേശം കുറവും ശതമാനത്തിലും കുറവുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ഏക കുതിര സവാരി പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ രാമവർമ്മപുരത്തുള്ള കേരള പോലീസ് അക്കാദമിയിലാണ് ഈ പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏക കുതിര സവാരി പരിശീലന കേന്ദ്രം എവിടെയാണ്? അത് തൃശ്ശൂരിലാണ്. വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. നേരത്തെ ഇടുക്കി ആയിരുന്നെങ്കിലും പുതിയ കണക്കുകൾ പ്രകാരം വിസ്തീർണത്തിൽ 1ാം സ്ഥാനം പാലക്കാട് ജില്ലയ്ക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാറിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? അത് ചൂലന്നൂർ വന്യജീവി സങ്കേതമാണ്. പാലക്കാട് ജില്ലയിലാണ് ഈ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ എറണാകുളത്തെ മംഗളവനം ആയിരുന്നു. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനമായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലെ മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം? അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് ക്ഷേത്രം ഏതാണ്? എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അത് തിരുനെല്ലിയാണ്. തിരുനെല്ലി വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രം പിതൃതർപ്പണത്തിന് ഏറ്റവും പ്രശസ്തമായതാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ദക്ഷിണ ഭഗീരഥി എന്നത് പമ്പ നദിയാണ്. ദക്ഷിണ ഗംഗ കാവേരിയാണ്. അപ്പോൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. ദക്ഷിണ ദ്വാരക ഗുരുവായൂർ ക്ഷേത്രം, ദക്ഷിണ ഭഗീരഥി പമ്പ നദിയും ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിന്റെ 580 കിലോമീറ്റർ നീളമുള്ള കടൽ തീരത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗം എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അത് കബനി നദിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന കബനി നദിയാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലെ ഏറ്റവും വലിയ നദി.
കേരളത്തിലെ ഒരേ ഒരു കൺട്രോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കണ്ണൂരിലാണ്. കേരളത്തിലെ ഒരേ ഒരു കൺട്രോൺമെന്റ് ആണുള്ളത്. സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? അത് കോട്ടയത്താണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? അത് കബനിയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ കബനിയാണ്. വയനാട്ടിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്. ഭവാനി രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ്. ഭവാനി ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലൂടെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. ഏകദേശം 12ഓളം നദികളാണ് കാസർഗോഡിലൂടെ ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ്? നദീതടം ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയ്ക്ക് 209 കിലോമീറ്റർ ആണുള്ളത്. കേരളത്തിലെ നീളത്തിൽ ഏറ്റവും രണ്ടാമത്തെ സ്ഥാനമുള്ളത് ഭാരതപ്പുഴയ്ക്കാണ്. കേരളത്തിലെ സാംസ്കാരിക നദി എന്നറിയപ്പെടുന്നത് അത് ഭാരതപ്പുഴയാണ്. കലാമണ്ഡലം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.